കോഴിക്കോട് മുണ്ടുപാലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെരീഫ് ആണ് മരിച്ചത്. കൊലപാതകം എന്നാണ് സംശയിക്കുന്നത്. പന്തീരംഗാവ് പോലീസാണ് അന്വേഷണം ഇതിൽ ആരംഭിച്ചിരിക്കുന്നത്. മേഘ മാധവൻ തന്നെയാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മേഘ, എന്താണ് ഈ കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളോ തെളിവുകളോ ലഭിച്ചോ? ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മുണ്ടുപാലത്ത് ഒരു വീട്ടിനുള്ളിൽ അതായത് കോഴിക്കോട് ഇരിങ്ങല്ലൂർ സ്വദേശിയായ ഷെരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പോലീസ് കണ്ടെത്തുന്നത് തന്നെ ഈ ഷെരീഖിന്റെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയാണ് ഈ സംഭവത്തെക്കുറിച്ച്. അങ്ങനെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് മൃതദേഹം ആ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഈ വീട് എന്നത് കഴിഞ്ഞ കുറേ കാലമായി വാടകയ്ക്ക് നൽകി വന്നിരുന്ന വീടാണ്. നിരവധി ആളുകൾ മാറി മാറി ഇവിടെ വാടകയ്ക്ക് വന്നിരുന്നു എന്നതാണ് സമീപവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത് ഈ ഷെരീഖിന്റെ ശരീരത്തിൽ രക്തക്കറകളുണ്ട്, മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. പക്ഷേ ഈ വീട് കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്നൊരു സംശയം നാട്ടുകാർ പറയുന്നു. പല സമയങ്ങളിൽ പല ആളുകൾ ആ വീടുകളിലേക്ക് എത്തുമായിരുന്നു. ഈ സ്ഥലത്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളാണ് ഈ വീട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്തിരുന്നത് എന്നൊരു സംശയം നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും അറിയില്ല ഈ മുണ്ടുപാലത്തെ ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരൂഹത ഈ സംഭവത്തിനുണ്ട് എന്നൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ ഷെരീഖിനോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറയുന്നത്. അത് പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് ആ വീട്ടിലെ നിലത്ത് ഷെരീഖ് മരിച്ച നിലയിൽ ഷെരീഖിനെ കാണുന്നത്. ഏതായാലും ആ സംശയം തന്നെയാണ് ഈ ശരീരത്തിൽ മൃതദേഹത്തിൽ കാണപ്പെട്ട രക്തക്കറകളും മറ്റ് മർദ്ദനമേറ്റ പാടുകളുമാണ് ഇത് കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് എത്തിയത്. ഏതെങ്കിലും തരത്തിൽ വഴക്ക് ഉണ്ടായി, അതിന് പിന്നിൽ ഒരു മർദ്ദനമേറ്റ് അത് പിന്നെ കൊലപാതകത്തിലേക്ക് എത്തി എന്നൊരു സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഏതായാലും അതൊരു പ്രാഥമികമായി പോലീസ് പറയുന്ന കാര്യം മാത്രമാണ്. വിശദമായി തന്നെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്തീരംഗാവ് പോലീസ് കേസെടുത്ത് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശം മുണ്ടുപാലത്തെ ഈ വീടും അതുമായി ബന്ധപ്പെട്ട് ചുറ്റുപാടുകളും പല സമയങ്ങളിലായി പുറത്തുനിന്നുള്ള ആളുകൾ വന്നിരുന്നു എന്നൊരു പരാതി ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ലഹരി മാഫിയക്കെതിരെ ജാഗ്രതാ സദസ്സ് ഉൾപ്പെടെ അവിടെ രൂപീകരിച്ചിരുന്ന സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഏതായാലും ഇതും ലഹരിക്കിരയായതിനു പിന്നാലെയാണോ ഇത്തരത്തിലൊരു അതിക്രമം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ശരി മേഘ, എന്തായാലും താങ്ക് യു. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. ആ ഘട്ടത്തിൽ എന്തായാലും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും നിലവിൽ കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് അടക്കം എത്തി നിൽക്കുന്നത്. എന്തായാലും മേഘ മാധവനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.